Hello friends, welcome back to another session of OET free class series. So this is our second class. അപ്പോൾ ഈ ക്ലാസ്സിന് വേണ്ടിയിട്ടും ഞാൻ നമ്മുടെ റൈറ്റിംഗ് മൊഡ്യൂൾ തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഗസ് വാട്ട്, ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സമ്മറൈസിങ് ആണ്. ഹൗ ടു ഡു സമ്മറൈസേഷൻ എഫക്റ്റീവ്ലി. അപ്പോൾ നമ്മുടെ റൈറ്റിംഗ് മൊഡ്യൂളിൽ OET ലെറ്റർ റൈറ്റിങ്ങിൽ സമ്മറൈസേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാണ്ട് തന്നെ അറിയാം. പലപ്പോഴും വരുന്നൊരു പ്രശ്നമാണ്, ഇങ്ങനെയൊക്കെ എഴുതിയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മിസ്സായി പോകാം, അല്ലെങ്കിൽ ചില അഡീഷണൽ എക്സ്ട്രാ ഡീറ്റെയിൽസ് കയറി പോകാം ലെറ്ററിൽ. അപ്പോൾ ഇതൊക്കെ ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് സെൻറ്റൻസ് മേക്ക് ചെയ്യാം എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. സോ അതിന് മുന്നേ ആയിട്ട് നമുക്ക് സമ്മറി എന്താണ്, അല്ലെങ്കിൽ OET ലെറ്റർ റൈറ്റിങ്ങിൽ സമ്മറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, വാട്ട് ദേ ആർ എക്സ്പെക്റ്റിംഗ് us ടു ഡു, ടിപ്സും കാര്യങ്ങളൊക്കെ ആദ്യം നോക്കാം. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങാം അല്ലേ? ബുക്കും പെന്നും ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നോളൂ, നമ്മളിത് തുടങ്ങാൻ പോവാണ്. OET റൈറ്റിംഗ് സമ്മറൈസ് എഫക്റ്റീവ്ലി. സമ്മറൈസ് എഫക്റ്റീവിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് സമ്മറി എന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? ബേസിക്കാണ്. എന്തായിരിക്കും സമ്മറി? വാട്ട് ഈസ് എ സമ്മറി? എ സമ്മറി ഇസ് എ ഷോർട്ടർ വേർഷൻ ഓഫ് എ ടെക്സ്റ്റ് ദറ്റ് ഇൻക്ലൂഡ്സ് ഒൺലി ദ മെയിൻ ഐഡിയ. അത്രേ ഉള്ളൂ. അതായത് ഒരു റിട്ടൺ ഡോക്യുമെൻറ്റ് ടെക്സ്റ്റോ എന്തോ ആയിക്കോട്ടെ, അതിലെ മെയിൻ ഐഡിയാസ് മാത്രം ഉൾക്കൊള്ളിച്ച് നമ്മൾ എഴുതുന്ന ഒരു ഷോർട്ടർ വേർഷനായിരിക്കും ഈ സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഷോർട്ടർ വേർഷൻ എന്ന് പറയുമ്പോൾ അവിടെ വളരെ ലിമിറ്റഡ് ആയിട്ട് എന്നാൽ കോറായിട്ട് പോകേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മളവിടെ മെൻഷൻ ചെയ്യാറുള്ളൂ. ദാറ്റ് മീൻസ് വി ഡോണ്ട് കോപ്പി എനി സെൻറ്റൻസ് ഡയറക്ട്ലി ദെയർ. നമ്മൾ ആ ടെക്സ്റ്റിൽ കാണുന്ന ഒരു സെൻറ്റൻസ് പോലും അതേപോലെ തന്നെ നമ്മൾ പകർത്തി വെക്കാറില്ല. അതുപോലെ തന്നെ നമ്മൾ മറ്റ് ഒപ്പീനിയൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എക്സ്ട്രാ വരുന്ന ഒരു ഡീറ്റെയിലും നമ്മൾ ആഡ് ചെയ്യാറില്ല. ഒൺലി ദ മെയിൻ എലമെൻറ്റ്. So that is what a summary means. Summary എന്താണെന്ന് നമ്മൾ കണ്ടു. And now summarizing in OET. OETയിൽ സമ്മറൈസിങ് എങ്ങനെയാണ്? അപ്പോൾ സമ്മറൈസിംഗ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അത് ഏത് മൊഡ്യൂളാണ്, എവിടെയാണത് വരുന്നത് എന്നുള്ളത്. റൈറ്റിംഗ് മൊഡ്യൂളാണ് നമ്മുടെ ലെറ്റർ എഴുതുമ്പോൾ അല്ലേ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു കേസ് നോട്ട് വെച്ച് ടാസ്കും വെച്ചിട്ട് നമ്മളൊരു ലെറ്റർ മേക്ക് ചെയ്യണം. അവിടെയാണ് സമ്മറൈസിംഗ് എന്നുള്ളൊരു പോയിന്റ് വരുന്നത്. So the first point is condensing case notes to include only relevant information. Relevant ആയിട്ട് വരുന്ന ഇൻഫർമേഷൻ മാത്രം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കേസ് നോട്ട് തന്നിരിക്കുന്ന പോയിൻറ്റ്സ് എല്ലാം ഫിൽറ്റർ ചെയ്തെടുക്കും അല്ലേ? ടു മേക്ക് ദ ലെറ്റർ കോഹസീവ് ആൻഡ് ടു ദ പോയിൻറ്റ്. അതാണ് സമ്മറൈസിങ്ങിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് പ്രസൻറ്റിങ് ഇറ്റ് ഇൻ യോർ ഓൺ വേർഡ്സ്. നമ്മുടേതായ ഒരു വാക്കുകളിലേക്ക് നമ്മൾ മാറ്റി എഴുതുകയാണ്. ദെൻ ടൈലർ ടു ദ റീഡേഴ്സ് നീഡ് ആൻഡ് പർപ്പസ്. നമുക്കറിയാം റൈറ്റിംഗ് ടാസ്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇൻഫർമേഷൻ എല്ലാം ഫിൽറ്റർ ഔട്ട് ചെയ്ത് ലെറ്ററിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതും സമ്മറൈസിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ആൻഡ് നൗ ലെറ്റ്സ് സീ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സമ്മറൈസ് പോയിൻറ്റ്സ് ദാറ്റ് വി സീ ഇൻ കേസ് നോട്ട് വെൻ വി കൺവേർട്ട് ദാറ്റ് ഇൻ ടു എ ലെറ്റർ. എന്തുകൊണ്ടായിരിക്കാം അത് സമ്മറൈസ് ചെയ്യണം നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബിക്കോസ് നമുക്കറിയാം നമ്മുടെ ലെറ്റർ എഴുതുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ലെറ്ററിൽ വരാൻ പാടുള്ളൂ അല്ലേ? റെലവൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം. സോ വെൻ വി സമ്മറൈസ് ദോസ് സർട്ടൈൻ പോയിൻറ്റ്സ് ദാറ്റ് വി സീ ഇൻ ദ കേസ് നോട്ട്, ഇറ്റ് വിൽ ഹെൽപ്പ് us ടു അവോയ്ഡ് ഇറലവൻറ്റ് ഡീറ്റെയിൽസ്. അതാണ് ഒരു കാര്യം. സെക്കൻഡ് വൺ, ഇറ്റ് വിൽ ഡെമോൺസ്ട്രേറ്റ് ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ്. ആൻഡ് ദ തേർഡ് പോയിൻറ്റ് യു ക്യാൻ സീ ഇറ്റ് വിൽ സേവ് ടൈം ഫോർ ദ റീഡർ. നമുക്കറിയാം മെഡിക്കൽ പ്രൊഫഷണൽസ് ആകുമ്പോൾ ടൈം ഇസ് വെരി ക്രൂഷ്യൽ. അപ്പോൾ A to Z വരെ അത് വായിച്ചിരിക്കാനോ അല്ലെങ്കിൽ അത് ഫുള്ള് വായിച്ച് മനസ്സിലാക്കിയെടുത്ത് അങ്ങനെയുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണോ അത് മാത്രം മെൻഷൻ ചെയ്തു പോയാൽ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ ദെം ടു മേക്ക് എ ജഡ്ജ്മെൻറ്റ് അല്ലേ? വെരി ഫാസ്റ്റ്. ദെൻ ഇനി കാൻഡിഡേറ്റ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ദം ടു സ്കോർ ഹയർ ഇൻ കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി. നമുക്കറിയാം ഒരു 6 ക്രൈറ്റീരിയാസ് ഉണ്ട്: പർപ്പസ്, കോണ്ടൻറ്റ്, കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി, ദെൻ ജോൺറ ആൻഡ് സ്റ്റൈൽ, ദെൻ ഓർഗനൈസേഷൻ ആൻഡ് ലേ ഔട്ട്, ഫൈനലി ലാംഗ്വേജ്. ഇതിൽ മൂന്നാമത്തെ ക്രൈറ്റീരിയ ആണ് കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കൺസൈസ് ആയിരിക്കണം. കൺസൈസ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി സമ്മറൈസ്ഡ്. സോ അങ്ങനെ നിങ്ങളുടെ ഒരു ലെറ്റർ വെൽ ആയിട്ട് സമ്മറൈസ്ഡ് ചെയ്തിരിക്കുന്ന ഒരു ലെറ്റർ ആണെങ്കിൽ യു ക്യാൻ സ്കോർ ഹൈ. ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് യു. ഇനി എന്തൊക്കെ സമ്മറൈസ് ചെയ്യണം, സമ്മറൈസ് ചെയ്യേണ്ട, ഇതെപ്പോഴും നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ്. അതെന്താ ആക്ച്വലി ഈ പോയിൻ്റ് എന്തുകൊണ്ട് ആഡ് ചെയ്തുകൂടാ, ഈ പോയിൻ്റ് എന്തുകൊണ്ട് ഇറലവൻ്റ് ആയി, അപ്പോൾ ഇതെങ്ങനെ സമ്മറൈസ് ചെയ്യാം? ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്.
അപ്പോൾ നമുക്ക് ജനറലായിട്ട് നമുക്ക് സമ്മറൈസ് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യേണ്ട എന്ന് പറയുന്ന കുറച്ച് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫ്രം അവർ കേസ് നോട്ട്. വാട്ട് ടു സമ്മറൈസ് ഇൻ എ ലെറ്റർ? സോ ഹിയർ under the heading include, I have listed out some of the points. എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? We need to include relevant medical history. കേസ് നോട്ടും പേഷ്യൻ്റെ കണ്ടീഷനും അനുസരിച്ച് റെസിപ്പിയൻ്റ് ആരാണോ അവരുടെ നീഡിനും അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പോകുന്ന കാര്യങ്ങളും വെച്ചിട്ട് റെലവൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന മെഡിക്കൽ ഹിസ്റ്ററീസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യണം. Then we see social background impacting the care. ഇനി തുടർച്ചയായിട്ട് കണ്ടിന്യൂഡ് കെയറിന് വേണ്ടിയിട്ടാണ് ഒരു പേഷ്യൻറ്റിനെ നമ്മൾ റെഫർ ചെയ്യുന്നതെങ്കിൽ ആ കെയർ ആൻഡ് മാനേജ്മെൻറ്റിന് ബാധിക്കുന്ന സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും പേഷ്യൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഫൈനലി കറൻറ്റ് കണ്ടീഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, ഇനി എന്താണ് മുന്നോട്ട് വേണ്ടത്, ഇതൊക്കെ അല്ലേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം വെൻ വി സമ്മറൈസ് ദ പോയിൻറ്റ്സ് ദാറ്റ് വി സീ ഇൻ ദ കേസ് നോട്ട്. എന്തൊക്കെ സ്കിപ്പ് ചെയ്യണം ഇനി അത് നോക്കിയാലോ? നോക്കിക്കേ, എന്തൊക്കെയാണ് നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇറലവൻ്റ് ആയിട്ടുള്ള പാസ്റ്റ് ഹിസ്റ്ററി, ചിലപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു കാർഡിയാക് പ്രോബ്ലം ആയിരിക്കാം. കാർഡിയാക് പ്രോബ്ലത്തിനെ പറ്റിയിട്ട് ഒട്ടും റിലേറ്റഡ് അല്ലാത്ത എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ഇറലവൻ്റ് ആണ്. ആ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറലവൻ്റ് ആണ്. അങ്ങനത്തെ ഇൻഫർമേഷൻ നമുക്ക് ഒഴിവാക്കാം. ദെൻ റെപ്പറ്റേറ്റീവ് ഓർ ഓൾറെഡി നോൺ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ റിപ്പീറ്റായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകും. നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് കേസ് നോട്ടിൽ ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം റിപ്പീറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടാകും. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അതുപോലെ ഓൾറെഡി നോൺ ഇൻഫർമേഷൻ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത് നോൺ കേസസിൻ്റെ കാര്യങ്ങളായിരിക്കും അല്ലേ. നോൺ കേസസ് എന്ന് പറയുമ്പോഴത്തേക്കും പേഷ്യൻറ്റുമായിട്ട് ഓൾറെഡി ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഉള്ള ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ നേഴ്സിനോ ആണ് നമ്മൾ ലെറ്റർ എഴുതുന്നതെങ്കിൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഹിസ്റ്ററി ഇതിൽ നിന്നും നമ്മൾ പോയിൻറ്റ്സ് എടുത്ത് നമ്മൾ ലെറ്ററിലോട്ട് എഴുതാറില്ല. ബിക്കോസ് ദേ ഓൾറെഡി നോ ദ പേഷ്യൻറ്റ്. അപ്പോൾ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും എടുത്തെഴുതാറില്ല. അൺനെസസറി പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പേഷ്യൻറ്റിൻ്റെ പേര്, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ ആളുടെ മെഡിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ആളുടെ കെയറിനെ ബാധിക്കുന്ന രീതിയിലുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുക്കാം. പക്ഷേ അൺനെസസറി ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യം ചില സമയത്തൊക്കെ ആളുടെ ഹോബീസൊക്കെ ലിസ്റ്റഡ് ഔട്ട് ചെയ്തൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടാകും. ചിലപ്പോൾ ഹോബീസ് എന്ന് മാത്രം മെൻഷൻ ചെയ്ത് പോകേണ്ട സ്ഥലത്ത് നമ്മൾ ഓരോ ഹോബിയും എന്താണെന്ന് എടുത്ത് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി നോട്ട് എഫക്റ്റീവ് ഫോർ എ ഗുഡ് ലെറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതും ഇൻക്ലൂഡ് ചെയ്യേണ്ടാത്തതും. മനസ്സിലായോ? ഓക്കെ. അടുത്തത് എങ്ങനെ റൈറ്റിംഗ് ടാസ്ക് ഒരു ഫിൽറ്ററായിട്ട് ഉപയോഗിച്ച് നമുക്ക് സമ്മറൈസിങ് എന്നൊരു പാർട്ടിലേക്ക് കടക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ യു ക്യാൻ യൂസ് ദ റൈറ്റിംഗ് ടാസ്ക് ആസ് എ ഫിൽറ്റർ ടു ഫൈൻഡ് ഔട്ട് ദ റെലവൻറ്റ് ആൻഡ് ഇറലവൻറ്റ് പോയിൻറ്റ്സ്. സോ അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾക്ക് റെലവൻറ്റ് പോയിൻറ്റ്സ് മാത്രം വെച്ച് ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്ത് ആ സെൻറ്റൻസ് സമ്മറൈസ്ഡ് സെൻറ്റൻസ് ആക്കി നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മളോട് തന്നെ ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ യു ക്യാൻ ആസ്ക് യുവർസെൽഫ് ദീസ് ക്വസ്റ്റ്യൻസ്. ഹൂ ഈസ് എ റീഡർ? ആരാണ് നമ്മളുടെ ലെറ്റർ വായിക്കാൻ പോകുന്നത്? ഇപ്പോൾ ഒരു നേഴ്സാകാം, ഡോക്ടറാകാം, ഫാമിലി ഡോക്ടർ, പൾമനോളജിസ്റ്റ്, കാർഡിയോളജിസ്റ്റ്, ഇങ്ങനെ കുറേ സ്പെഷ്യൽ ഏരിയ കുറേ ഉണ്ട് അല്ലേ. ആർക്ക് സോഷ്യൽ വർക്കർ ആകാം, ആർക്ക് വേണേലും നമ്മൾ ലെറ്റർ എഴുതാം. സോ ആ എഴുതുന്ന ലെറ്റർ ഈ കിട്ടുന്ന ആളെ റിലേറ്റ് ചെയ്ത് വെച്ച് തന്നെ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കറിന് എഴുതുന്ന ഒരു ലെറ്റർ പോലെ ആയിരിക്കരുത് ഒരു ഡോക്ടറിന് നമ്മൾ എഴുതുമ്പോൾ. സോ സർട്ടൈൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളത് എക്സ്പാൻഡ് ചെയ്യുന്നതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. സോ ആസ്ക് യുവർസെൽഫ് ഹൂ ഈസ് എ റീഡർ. സോ ഇഫ് ദ റീഡർ ഓഫ് യുവർ ലെറ്റർ ഈസ് എ ഡോക്ടർ ദെൻ യു നീഡ് ടു tailor your letter accordingly അല്ലേ. സോഷ്യൽ വർക്കർ ആണെങ്കിൽ അങ്ങനെ. സോ കീപ് റിമെമ്പർ ദാറ്റ്. വാട്ട് ഡു ദേ നീഡ് ടു നോ? അടുത്ത പോയിൻ്റാണ്, സെക്കൻഡ് പോയിൻ്റാണ്. അവർക്ക് എന്താണ് ഈ പേഷ്യൻറ്റിനെ പറ്റിയിട്ട് അറിയാനുള്ളത്, അതും നമ്മൾ മനസ്സിലാക്കിയിട്ട് വെക്കേണ്ട കാര്യമാണല്ലേ. തേർഡ് വൺ, വാട്ട് ആക്ഷൻ ആർ ദേ എക്സ്പെക്റ്റഡ് ടു ടേക്ക്? നമ്മുടെ കേസ് നോട്ടിൽ ഫൈനലി ഡിസ്ചാർജ് പ്ലാനിലോ അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ കേസിലോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാകും. ഈ പേഷ്യൻറ്റിൻ്റെ ഇന്ന സിറ്റുവേഷനാണ്, സോ റെഫർ ദം ടു എ സ്പെഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ ഇന്ന ദിവസങ്ങളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. സോ ഇതെല്ലാം അവർ അറിയേണ്ടതാണോ അറിയേണ്ടതല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുക. ഓർ വാട്ട് ആക്ഷൻസ് ആർ ദേ സപ്പോസ് ടു ടേക്ക് ഓൺ ബിഹാഫ് ഓഫ് ദ പേഷ്യൻറ്റ് എന്നുള്ളതും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം.
So whenever you get a case note and a task, during that 5 minutes of time, നിങ്ങൾ ടാസ്കും കേസ് നോട്ടും വായിച്ച് മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളോട് തന്നെ ഉറപ്പിച്ച് വെക്കേണ്ട ഒരു 3 ചോദ്യങ്ങളാണിത്. ഹൂ ഇസ് എ റീഡർ, അടുത്ത എന്താണ്, വാട്ട് ഡു ദേ നീഡ് ടു നോ, ആൻഡ് വാട്ട് ആക്ഷൻ ആർ ദേ എക്സ്പെക്റ്റഡ് ടു ടേക്ക്. മറക്കൂലല്ലോ അല്ലേ. അടുത്ത എന്താണ്, ഹൗ ടു സമ്മറൈസ് എഫക്റ്റീവ്ലി. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് സമ്മറൈസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് ഞാനിങ്ങനെ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റിൽ തുടങ്ങാം. ആദ്യം എന്താ കൊടുത്തിരിക്കുന്നത്, ഗ്രൂപ്പ് സിമിലർ ഡീറ്റെയിൽസ്. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ക്രോണിക് കണ്ടീഷൻസ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മെഡിക്കൽ ഹിസ്റ്ററി, ഒരു പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കാണുകയാണ് പേഷ്യൻറ്റ് ഹാസ് ഡയബറ്റിസ് മെലിറ്റസ് ഡയഗ്നോസ്ഡ് ഇൻ 2012, പേഷ്യൻറ്റ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് ഹൈപ്പർ ടെൻഷൻ 2012 അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കാണാം. അപ്പോൾ ലെറ്റർ വായിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റിംഗ് ടാസ്ക് വായിച്ച് കേസ് നോട്ടുമായിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ ഇത് മെൻഷൻ ചെയ്താൽ കുഴപ്പമില്ല, എന്നാൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട എന്നൊരു സിറ്റുവേഷനാണ്, അങ്ങനെ ഒരു സെനേറിയോ ആണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതെങ്കിൽ വോട്ട് യു ക്യാൻ ഡു, ഹൈപ്പർ ടെൻഷൻ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പ്രത്യേകം എടുത്തെടുത്ത് പറയാണ്ട് യു ക്യാൻ യൂസ് വേർഡ്സ് ലൈക്ക് ക്രോണിക് ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻസ് അങ്ങനെ പറഞ്ഞ് നമുക്ക് പോകാം. ഇതാണ് സമ്മറൈസിംഗ് എന്ന് പറയുന്നത്. പാരഫ്രൈസ് ചെയ്യുക കാര്യങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഡയബറ്റിസ് സിമിലർ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതുകൊണ്ടാണ് അത് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താണ്, യൂസ് കൺസൈസ് ലിങ്കിങ് ലാംഗ്വേജ്. ലിങ്കിങ് ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കി കൺസൈസ്ഡ് ആക്കാം. അപ്പോൾ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിത്ത് എ ഹിസ്റ്ററി ഓഫ്, കറൻ്റ്ലി മാനേജിങ്, എക്സ്പീരിയൻസിങ് ഡിഫിക്കൽട്ടീസ് ഡ്യൂ ടു. അപ്പോൾ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് അവോയ്ഡ് കോപ്പി പേസ്റ്റിംഗ് കേസ് നോട്ട്. നമ്മൾ കാണുന്ന ഇൻഫർമേഷൻ അതേപോലെ തന്നെ കോപ്പി ചെയ്ത് അപ്പുറത്തോട്ട് എഴുതി വെക്കും. ശരിയാണോ? അത് തെറ്റാ, അങ്ങനെ ചെയ്യാനേ പാടില്ല. നമ്മളടുത്ത് കേസ് നോട്ടിൽ അല്ലെങ്കിൽ ടാസ്കിന് ശേഷം തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രക്ഷനാണ് ഡു നോട്ട് യൂസ് നോട്ട് ഫോം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സെൻറ്റൻസുകളിലേക്ക് നിങ്ങളത് ട്രാൻസ്ഫോം ചെയ്ത് എഴുതണം എന്നുള്ളത്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷനെതിരെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സെയിം കാര്യം തന്നെ നിങ്ങൾ ചെയ്തു വെച്ചാൽ എന്താകും അവസ്ഥ, മാർക്ക് പോകും അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ടിപ്സ് ഫോർ സമ്മറൈസിങ്. ടിപ്സ് ഫോർ സമ്മറൈസിങ്ങിൽ ആദ്യത്തെ ടിപ്പാണ് ഓൾവേസ് കൺസിഡർ ദ റീഡേഴ്സ് റോൾ. നമ്മൾ റൈറ്റിംഗ് ടാസ്കിൽ നമ്മൾ റീഡറിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുന്ന റെസിപ്പിയൻ്റ് ആരാണ്. അപ്പോൾ കേസ് നോട്ടിൽ പറഞ്ഞിരിക്കുന്ന പേഷ്യൻറ്റിൻ്റെ ഇനി വരുന്ന കെയർ ആൻഡ് മാനേജ്മെൻറ്റിൽ ഈ റീഡറിൻ്റെ റോൾ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ലെറ്ററിലേക്ക് നിങ്ങൾ ബാക്കി എഴുതുന്നതും സമ്മറൈസേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. ബിക്കോസ് അതാണ് നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ടാണ് വരുന്ന ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ നമുക്ക് പിന്നീട് വിലയിരുത്താനായിട്ട് കഴിയുള്ളൂ. സോ ഓൾവേസ് റിമെമ്പർ വാട്ട് ദ റീഡർ ഇസ് ആക്ച്വലി ഗോയിങ് ടു ഡു ഫോർ ദ പേഷ്യൻറ്റ്. സെക്കൻഡ് വൺ, റൈറ്റ് ക്ലിയർലി ആൻഡ് അവോയ്ഡ് മെഡിക്കൽ ജാർഗൺ ഇഫ് ഇറ്റ് ഈസ് അൺനെസസറി. മെഡിക്കൽ ജാർഗൻസിൽ ചില റെസിപ്പിയൻസിന് നമുക്ക് മെഡിക്കൽ ജാർഗൻസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ടേംസ് ഒന്നും അതേപോലെ തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ നെസസറി ആണെങ്കിൽ നമുക്ക് ആ മെഡിക്കൽ ജാർഗൻസ് ഒക്കെ ഒഴിവാക്കി സിമ്പിൾ ടേംസിൽ കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കാവുന്നത്. അത് ക്ലിയർ ആൻഡ് എഫക്റ്റീവ് ആയിരിക്കണം, ക്ലിയർ ആൻഡ് കൺസൈസ് ആയിരിക്കണം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒബ്വിയസ് ആയിരിക്കണം. തേർഡ് വൺ, be selective, not everything is important. This is one thing that you need to glue to your mind. എന്താണ്, എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, സെലക്റ്റീവ് ആകുക. എപ്പോഴും സെലക്റ്റീവായിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കേസ് നോട്ട് നോക്കി കാണാനായിട്ട് പഠിച്ചിരിക്കണം. ഒറ്റ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചൂസ് ചെയ്ത് അതിൽ നിന്ന് ലെറ്റർ കൺവേർട്ട് ചെയ്ത് എഴുതുക. ഫോർത്ത് പോയിന്റ് ദ കോമൺ പോയിന്റ് ആണ് പ്രാക്ടീസ് ഗ്രൂപ്പിംഗ് ആൻഡ് പ്രാക്ടീസിങ്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അപ്പോൾ ഇതുപോലെ ഗ്രൂപ്പിംഗ്, പാരഫ്രൈസിങ് എപ്പോഴും നമ്മൾ ഈ കേസ് നോട്ട് നിങ്ങൾ ഒരു OET പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഡെയിലി നിങ്ങൾ ആ ഒരു ലെറ്റർ റൈറ്റിങ്ങും അല്ലെങ്കിൽ ഇതുപോലത്തെ പാരഫ്രൈസിങ്, ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസൊക്കെ പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബൈ ദ എൻഡ് നിങ്ങൾക്ക് ക്ലിയർ ഒരു ഐഡിയ ഉണ്ടായിരിക്കാം എന്താണ് ആക്ച്വലി ഈ സമ്മറൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഈ സമ്മറൈസിങ് എന്ന് വെച്ച് പറഞ്ഞുകൊണ്ട് OET ലെറ്ററിൽ അത് എങ്ങനെയാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. സമ്മറി എന്താണെന്നും OET ലെറ്ററിലെ സമ്മറൈസിങ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ടിപ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കി.
അടുത്ത സെഷനിൽ നമ്മൾ നോക്കുന്നത് ഒരു ആക്ടിവിറ്റിയാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് സെൻറ്റൻസ് തന്നാൽ അതെങ്ങനെ ഒരു സമ്മറി സെൻറ്റൻസ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉടനെ പോയി അത് ആക്സസ് ചെയ്ത് അടുത്ത ക്ലാസ് പോയി കാണുക കേട്ടോ, മറക്കരുത്. അപ്പോൾ ബൈ.